my name is Lakshmi Menon. Welcome to my channel. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഒന്നും മടി പിടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് പോയി. കൊച്ചി പോയിട്ട് ഒരാഴ്ച ഉണ്ടായിരുന്നു. കൊച്ചിയിൽ കുറേ ഫുഡ് അടിച്ചു, കുറേ കറങ്ങി നടന്നു, കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ലുലുവിൻ്റെ PVR സിനിമയിൽ പോയിട്ട് ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള സിനിമ കണ്ടു. ഏത് പടം കണ്ടേ? ബാംഗ്ലൂർ ഡേയ്സ്. അപ്പം ഫസ്റ്റ് വേർഡിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പടം ഇഷ്ടമായി. അത് എന്താ വെച്ചാൽ മസ്റ്റ് വാച്ച് മൂവി. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. ആൻഡ് ഈ കസിൻസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഇത്രയും പ്യുവറായിട്ട് മലയാള സിനിമയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം സാധാരണ മുറച്ചക്കൻ മുറപ്പെണ്ണ തമ്മിലുള്ള ചുറ്റികളെ പറയാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇത്രയും രസമായിട്ട് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് വെക്കേഷനിലൊക്കെ മേമയുടെ അല്ലെങ്കിൽ വല്യമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുന്ന ആ ഒരു ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം ഒട്ടും ഫേക്ക് ആവാത്ത രീതിയിൽ അഞ്ജലി മേനോൻ ഈ സിനിമയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ എന്നുള്ളൊരു നഗരത്തെ പേര് ബാംഗ്ലൂർ ഡേയ്സ് ആണല്ലോ, അപ്പോൾ ബാംഗ്ലൂർ എന്നുള്ളൊരു നഗരത്തെ ഒട്ടും ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫഹദ് ഫാസിൽ, ദാസ്, പാർവതി മേനോൻ, ഇഷാ തൽവാർ, ഇതൊക്കെ വളരെ രസമായിട്ട് ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തു കൊണ്ടൊരു ക്യാരക്ടർ കൽപ്പനയുടെ ക്യാരക്ടറാണ്. ഇത്തരത്തിലുള്ളൊരു അമ്മ, ഈ ഒരു സ്റ്റൈലിലുള്ളൊരു അമ്മേനെ ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമയിൽ കാണിക്കണേ. പിന്നെ ഇങ്ങനെയുള്ള ഒരു അമ്മേനെ അല്ലെങ്കിൽ ഒരു വല്യമ്മേനെ, ഒരു അമ്മായിനെ, ഒരു ആൻറ്റീനെങ്കിലും നമുക്ക് എന്തായാലും അറിയുണ്ടാവും. പിന്നെ ചിന്നമ്മ എന്ന് പറഞ്ഞൊരു മെയ്ഡിനെ കാണിക്കുന്നുണ്ട്. അവരെ നമുക്ക് ഇതുവരെ കണ്ടുപിടിച്ചാൽ പോലും ഇല്ല, പക്ഷെ അവരും ഒരു നല്ല എന്താ പറയുക, ഒരു നിമിത്തമാണ് പല കാര്യങ്ങൾക്കും. ആരാണ് കൂടുതൽ സ്കോർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി കോമഡിക്ക്, ദുൽഖർ സൽമാൻ ക്ലൈമാക്സിനും സ്റ്റൺസിനും, ഫഹദ് ഫാസിൽ ഹിസ് എൻ അമേസിങ് ആർട്ടിസ്റ്റ്. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. 3 പേരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് റോൾസ് ആണ്, 3 പേർക്കും. അതും ഒരുപോലെ കയ്യടി കൊണ്ടുണ്ട്, ഒന്നൊന്നിനും മെച്ചം തന്നെ പറയാം. നസ്രിയ എന്താ പറയുക, ഞാൻ വായ്മൂടി പെസവ് ഞാൻ പറഞ്ഞ പോലെ അല്ല, ഈ പടത്തിൽ ശരിക്കും നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി മെച്യൂർഡായിട്ട് അഭിനയിച്ചു, നന്നായിട്ടുണ്ട് ഈ പടത്തിൽ. മൊത്തത്തിൽ ആരും മോശം പറയാനില്ല ശരിക്കും പറഞ്ഞാൽ. ഈ പടത്തിൽ എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു ഫീമെയിൽ ഡയറക്ടർ വന്നതുകൊണ്ട് തന്നെ നടന്മാർക്ക് ഒരു അലങ്കാരമായിട്ട് നിൽക്കാതെ ആ സ്ത്രീ കഥാപാത്രത്തിന് എന്താ പറയാ, ഒരു വ്യക്തമായിട്ടൊരു സിഗ്നേച്ചർ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ദുൽഖർ സൽമാന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഹി വാസ് ടു ഗുഡ്. ആൻഡ് എല്ലാവരും നന്നായിട്ടുണ്ട്. ആരെയും പറഞ്ഞില്ല, ആരെങ്ങനെ മോശം പറയാനില്ല, എല്ലാവരും നന്നായിട്ടുണ്ട് ഈ പടത്തിൽ. എല്ലാം നല്ലതാണ് ഈ പടത്തിൽ. ബാംഗ്ലൂർ ഡേയ്സ് എന്നുള്ള ഒരു പടം ശരിക്കും പറഞ്ഞാൽ മലയാളം സിനിമയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ലെവൽ ഉണ്ട്, അതിങ്ങനെ റേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹിന്ദി പടം കാണുന്ന ഒരു ഫീൽ ഉണ്ട്. കൂറ ഹിന്ദി പടമല്ല, നല്ല ഹിന്ദി പടം കേട്ടോ, നല്ല ഹിന്ദി പടം കാണുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറയും കീഴിലാണ്, വേറൊരു ലെവലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഇപ്പോൾ ഉസ്താദോടലത്തെ പാട്ടും അങ്ങനത്തെ ഒന്നും വെച്ചിട്ട് പ്രതീക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ അങ്ങനത്തെ ലെവലുള്ള സോങ്സ് അല്ല, ഒട്ടുമല്ല. പിന്നെ ഞാൻ മറന്നുപോയി എന്താ പറയേണ്ടത്. ഒരുപാട് നല്ല തമാശകളും നല്ല സീക്വൻസുകളും. അതായത് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഹാങ് ഓവർ ഉണ്ടോ, നമ്മളിങ്ങനെ ഓർത്തിരിക്കുക, അയ്യോ ഇതുണ്ടായിരുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു പടമാണ് ശരിക്കും. ഇപ്പോൾ ഒരുപാട് കസിൻസൊക്കെ ആയിട്ട് വളർന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ പടം എൻജോയ് ചെയ്യും. കസിൻസ് ഇനിയിപ്പോൾ എന്നെ പോലെ കസിൻസ് അധികം ഇല്ലാണ്ട് വളർന്ന ആൾക്കാരാണെങ്കിൽ അയ്യോ കസിൻസ് ഉണ്ടെങ്കിൽ എത്ര അടിച്ച് പൊളിക്കായിരുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കും. അഞ്ജലി മേനോൻ, സമി താഹിർ ആൻഡ് അൻവർ റഷീദ്, ബിഗ് സല്യൂട്ട് ടു യു ഗൈസ്. നിവിൻ പോളിയുടെ ഇക്കൊല്ലത്തെ 3ാമത്തെ വിജയമാണ്. സോ വെൽ ഡൺ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്.